അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. 16 മിനിറ്റുള്ള, ഇന്നലെയൊക്കെ 20 മിനിറ്റൊക്കെ ഉണ്ടേനി. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ എടുത്ത് പോകും, പിന്നെ വെട്ടി ചെറുതാക്കി ആകുമ്പോൾ 20 മിനിറ്റ് എടുക്കുമ്പോൾ നമ്മളത് 40 ഉണ്ടാവും കേട്ടോ. പിന്നെ അതങ്ങനെ കുറച്ചാണ് അത് 20 മിനിറ്റും ഒക്കെ ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ പിന്നെ കുറക്കാൻ വിചാരിച്ചാൽ പിന്നെ നല്ല വീഡിയോസ് കഴിക്കാനാണ്. പിന്നെ എത്രയും നമ്മളിപ്പോൾ വെട്ടിക്കുറക്കാം. അതുകൊണ്ടാണ് കേട്ടോ. അത്ര നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് ഒക്കെ വെട്ടിക്കളയാച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് നമ്മൾ 20 മിനിറ്റൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഏതായാലും ഞാൻ പരമാവധി കുറച്ചിക്കണം കേട്ടോ. 16 മിനിറ്റ് ഇതും ആക്കി വന്നപ്പം 20ഉം 25ഒക്കെ ഉണ്ടേനി. പിന്നെ കുറച്ച് 16 മിനിറ്റ് ആക്കിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഒക്കെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോ എന്താ വെച്ചാൽ ഈ ചോറും കൂട്ടാനൊക്കെ വെക്കുന്ന വീഡിയോസ് തന്നെ ഇക്കാരം കേട്ടോ. അല്ലാത്ത വീഡിയോ ഒന്നും ഇട്ടിട്ട് നമുക്ക് വ്യൂസ് കൂടുന്നില്ല മക്കളെ. ഇതന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 500 600, ചിലപ്പം ലോട്ടറി അടിച്ച മാതിരി 1000 1200 ഉണ്ട്. ചിലപ്പോൾ നമുക്കൊരു 3000 ഒക്കെ കിട്ടിക്കണം കേട്ടോ. അതേ പറഞ്ഞ മാതിരി അതൊക്കെ നമുക്ക് ഈ ചോറും കൂട്ടാനൊക്കെ വെക്കുന്ന വീഡിയോസിന് തന്നെയാണ് നമുക്ക് 3 കിട്ടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് ഈ വീഡിയോ ഇടുന്നത് എന്താ വെച്ചാൽ അഥവാ ബിരിയാണി കൊടുത്താലും പറഞ്ഞ മാതിരി ഏത് വീഡിയോ നമ്മളത് ക്ലിക്കാകാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ചോറും കൂട്ടാനും വെക്കണീമ തന്നെ പിടിച്ച് തൂങ്ങണത്. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങാമല്ലേ. അപ്പോൾ എന്തൊക്കെയപ്പോൾ ഞാൻ കാട്ടിയത് ഒക്കെ മറന്നു. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിനി, ചായക്ക് മധുരം ഇട്ടിക്കണ്, പൊടി ഇട്ടിക്കണ്, കടല കുക്കറിൽ ഇട്ടിക്കണ്. നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും തക്കാളി ഇട്ടെടുത്ത് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിക്കണ്. പിന്നെ നമ്മൾ അരി അരച്ചിക്കണ്, ചീയപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഉപ്പൊക്കെ ഇട്ട് കലക്കിക്കണേ. അപ്പോൾ നമ്മളിന്ന് അടുപ്പിൽ തീ ചൂട്ടാനും വേണ്ടി നമ്മൾ വെണ്ണൂറൊക്കെ ഒന്ന് വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീപ്പെട്ടി തിരഞ്ഞിട്ട് എവിടെയും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിക്കണല്ലോ. അപ്പോൾ അതിന്മേൽ തിജ്ജ് കത്തിച്ചോണ്ട് നിൽക്കണേ. ഇനി നമുക്ക് കത്തിച്ചെടുക്കാം. അപ്പോൾ കുറേ ദിവസമായിക്കണം കേട്ടോ. അപ്പം അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് അപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ ഭയങ്കര മടി തന്നെയാളേ അടുപ്പത്തിച്ചാൻ. എന്താ അറിയില്ല. പിന്നെ ഏതായാലും നമ്മൾ വിറകുമ്പൊക്കെ നോക്കുമ്പോൾ വിറക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് വിറക് ഇപ്പം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ നമ്മളെന്താട്ടോ അതാണ് കേട്ടോ നമ്മൾ ഗ്യാസും അങ്ങനെ വെക്കണത്. പിന്നെ ഇപ്പോൾ എളുപ്പമാണ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പെരും മടിയാണ് ഇപ്പോൾ ഇതിങ്ങനെ വെണ്ണൂറൊന്ന് വാരി കത്തിച്ച് ഒക്കെ ആകുമ്പോൾ ഭയങ്കര മടിയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുപ്പൊക്കെ കത്തിച്ചണം. ഇപ്പോൾ ഗ്യാസിനും വിലയാണ്, വിറകിനും വിലയാണ്, ഏതേതെടുക്കുക. അപ്പോൾ രണ്ടും പാടൊക്കെ അങ്ങനെ കൊണ്ടുപോകല്ലേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ചട്ടിയിൽ എണ്ണയൊക്കെ തേച്ച് നമ്മൾ അപ്പം പാർന്ന് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ മൂടി എടുക്കാൻ പോയി. അപ്പോഴല്ല പാത്രം എടുത്ത് കൊടുക്കണേ. അപ്പോൾ ഇനി നല്ലോണം തിരിച്ചൊക്കെ ഒന്ന് കത്തണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അപ്പം വെന്തിക്കണോ എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ എന്താണെന്നറിയാം, ഇപ്പോൾ ഇന്നാൾ ഞാൻ ചട്ടി നമ്മൾ ഗ്യാസുമ്മ വെച്ചിട്ട് ഇപ്പോൾ ചട്ടി ഭയങ്കരമായിട്ട് ഒട്ടി പിടിച്ചിക്കണം കേട്ടോ. അപ്പം എങ്ങനെ ആയിട്ടും കിട്ടണില്ല കേട്ടോ മക്കളെ. അതാണ് ഞാൻ പറഞ്ഞത്. ഗ്യാസുമ്മ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചട്ടി കേടും വരും കേട്ടോ. ആ നടുക്ക് വേഗം ഓട്ടയാകും. അപ്പം അങ്ങനെ നമ്മളേതായാലും ഒന്ന് തേച്ച് പിന്നെ നമുക്ക് രണ്ടാമത്തെ അപ്പമൊക്കെ ചുട്ട് അങ്ങനെ എടുത്ത് നോക്കട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ കരുതി മറ്റേ കിട്ടൂല പോകുന്നത്. മറ്റേതും ഇതേമാതിരി തന്നെ കുറച്ച് നേരം ഒന്ന് ചട്ടിയിൽ ഒട്ടിപ്പിടിച്ച് പിന്നെ കിട്ടിയിട്ടോ. പിന്നെ അപ്പം ഒന്ന് നമ്മൾ ചൂടുവെള്ളം പാരാത്തോണ്ടേ അപ്പം ഒരു ബൗസില്ല എന്ന് കേട്ടോ. എന്നത്തെയും പോലെ ഒന്ന് ചൊഗ്ഗായിട്ടില്ല. അത് എന്താ വെച്ചാൽ അരി അരച്ച് കഴിഞ്ഞപ്പോത്തിന് ഞാൻ ചായക്ക് വെള്ളം വെച്ചിന്നാണ് ഞാനിങ്ങനെ വെള്ളം പാരൽ ചുടുവെള്ളേ. അപ്പം ഇന്ന് മറന്നു പാരാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പം ഒരു ബൗസില്ലാതെ ആയിക്കണം കേട്ടോ. ഒരു ചൊഗ്ഗില്ല, കാണാനും ഇല്ല രസം, തിന്നാനും ഇല്ല ഒരു രസം കേട്ടോ. ഇതിങ്ങനെ നല്ലൊരു കട്ടില്ലാതെയാണ്. അപ്പോഴത് നല്ലൊരു രസമുള്ളൂ കേട്ടോ. ഏതായാലും അങ്ങനെ ഇതാക്കണേ. നമ്മൾ അപ്പമൊക്കെ ചുട്ട് എടുക്കണുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പം ഈ ചൂടുവെള്ളം പാരാത്തതുകൊണ്ടാണ് മക്കളെ ഇത് ഇങ്ങനെ. പിന്നെ നമ്മൾ ഏതായാലും കുറച്ച് നേരം ഇതൊക്കെ ആയിട്ട് പിന്നെ കിട്ടിയിട്ടോ. അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞ് അപ്പോൾ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ കുറച്ച് മാവ് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. കുറേ ചുട്ടിട്ട് വെച്ചിട്ട് കാര്യമല്ല, മക്കളൊന്നും തിന്നൂല. പിന്നെ വലിയോ അല്ല കേട്ടോ, ഓന് എന്തോ കളി ഉണ്ട് കാരണം ഓൻ അങ്ങോട്ട് പോയിക്കണം, ചായ ഒന്നും കുടിച്ചാതെ പോയത്. അപ്പോൾ ഓന്
ചായ വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കടി ഉണ്ടാക്കിയിട്ടില്ല ഇനി കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ പോയിക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് ചുട്ടിട്ടുള്ളൂ ഇനി. അപ്പോൾ ചുട്ട് വെച്ചാൽ ചിലപ്പോൾ അതൊക്കെ ബാക്കി വെക്കാരം. അപ്പോൾ അങ്ങനെ അതാക്കണേ. നമ്മൾ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോറ്റിനുള്ള വെള്ളം വെച്ചിക്കണം കേട്ടോ. അങ്ങനെ അതാ നമ്മളെ കടലയൊക്കെ ഒന്ന് വെന്തുക്കണോ നോക്കി. അപ്പോൾ കടല ഒന്നും കൂടി വേഗമുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിന്നേരം ഒന്നും കൂടി കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി അടുപ്പത്ത് വെക്കണം കേട്ടോ. ഇനി ഒന്നുകൂടി ഒരു 2 വിസിലും കൂടി പറ്റേ. അപ്പോൾ നമ്മൾ കടല വെന്തോളും. അങ്ങനെ 2 വിസിലൊക്കെ വന്ന് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കടല വെന്ത്. അതിന് കുറച്ച് കടല എടുത്തിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടു നല്ലോണം അരച്ചെടുത്തേക്കണം കേട്ടോ. അങ്ങനെ അരച്ചെടുത്താൽ നമ്മളെ ചാറൊക്കെ ഉണ്ടല്ലോ നല്ല കുറുന്നേനുണ്ടാവും കേട്ടോ. പിന്നെ തേങ്ങ അരക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചാറ് പിന്നെ തൂമിച്ചെടുക്കുകയാണ്. ജീരുള്ളിയും കരിയേപ്പും ഇട്ടിട്ട് നമ്മളെ ചാറൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതായിട്ടോ. അങ്ങനെ ചാറായി അപ്പായി. ഇനിയിപ്പോൾ തിന്നാൽ മതി. ഇനി നമുക്ക് എന്താട്ടണം, മിറ്റടിച്ചോരാണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മൾ ചായ കുടിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ചാറൊക്കെ തൂമിച്ച് വെച്ചു. മക്കളൊക്കെ മദ്രസക്ക് പോകാൻ വേണ്ടി വിളിച്ച് പല്ലൊക്കെ തേച്ച് ഇതാക്കിയിട്ട് ഓലിക്ക് രണ്ടാക്കും ചായയൊക്കെ കൊടുത്ത് ഓലെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ ഞാൻ പയറൊന്ന് നനക്കാൻ നിൽക്കണം കേട്ടോ. അപ്പം വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു മൂടിക്കെട്ടലാണ് കേട്ടോ. പിന്നെ മഴ പെജ്ജോന്ന്. അപ്പോൾ ഞാൻ എന്താ ഇട്ടെന്നറിയോ, മഴ പെജ്ജും കരുതിയിട്ട് നനച്ചിട്ടില്ല ഇനി. അപ്പോൾ എന്താ നനക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ഒരു പയറിൻ്റെ പിന്നെ ചാടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ എടുക്കണതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു ആരെ റബ്ബ് ചെയ്ത് പറിച്ചിട്ടത് എന്ന് കേട്ടോ. ഇപ്പോഴാണ് മക്കളെ ഈ വീഡിയോയിൽ കണ്ടപ്പോഴാണ് അതിൻ്റെ ചുരിദാറിൻ്റെ അതിമ തട്ടിയിട്ട് അത് പറഞ്ഞു പോകുന്നതാണ്. ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഇതുവരെയും ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, പന്നിയോ പെരിച്ചായൊക്കെ മാന്തി ഇട്ടതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് സത്യം പറയണമെങ്കിൽ. ഇപ്പം ഈ വീഡിയോ ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ചുരിദാറമ്മ അങ്ങനെ പറഞ്ഞു പോയത് ഞാൻ കണ്ടത്. ഇപ്പം മനസ്സിലായി. അപ്പോൾ ഏതായാലും അതൊക്കെ ശരിയാക്കി. പിന്നെ നമ്മൾ പയറിൻ്റെ വള്ളിയൊക്കെ ഉണ്ടല്ലോ ആ കോട്ടൺ മിൽക്കൊക്കെ ഒന്ന് പിടിച്ച് ചുറ്റിച്ചു കൊടുത്തു. പിന്നെ നാൾ പന്നി മാന്തിനിയല്ലോ നമ്മളെ ചേമ്പ്, അത് ബാക്കിയും കൂടി മാന്തിയിട്ടിക്കണം കേട്ടോ. പിന്നെ അത് ഞാൻ ഒന്നും കൂടി കുഴിച്ചിട്ട് കണ്ട് മണ്ണിട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചായ കുടിച്ചാണ്. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ അപ്പവും കടലച്ചാറും പാർന്നിക്കണം കേട്ടോ. അപ്പോൾ നല്ല കുറുന്നനുള്ള ചാറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ലോണം ചാറ് മാണട്ടിച്ച് ചാറൊക്കെ പാർന്ന് നമ്മൾ ചായ കുടിച്ചു. അപ്പം അങ്ങനെ ഇതാക്കണേ ചായയൊക്കെ കുടിച്ച് റാഹത്തായി. പള്ള നിറഞ്ഞാൽ തന്നെ ഒരു സുഖമാണല്ലോ. പിന്നെ കുറച്ച് കോഴി ഉണ്ടായിനി. അപ്പോൾ കുറച്ച് ദിവസമായിപ്പോൾ ഈ കോഴി ഇങ്ങനെ കൊണ്ടു വെച്ചിട്ട്, അപ്പോൾ ഈ 2 കണ്ടോ 3 കണ്ടൊക്കെ അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് പിന്നെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാൻ കൂട്ടിക്കാണ്ട് തിന്നാൽ മതിയല്ലോ. അപ്പോൾ ആ കോഴി ഒന്ന് ഐസൊന്ന് ഇതാകാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിക്കണ്. പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഇനി ഈ ചോറുണ്ടായതുകൊണ്ട് ഞാൻ ചോറൊന്നും വെക്കണില്ല കേട്ടോ. അതൊന്ന് തിളപ്പിച്ച് ഊറ്റി വെക്കുകയാണ്. അപ്പം ഇതിനി നമ്മൾ പുതിയ ചോറിൽ ഇട്ട് കാണ്ട് വെച്ചാൽ പിന്നെ ചോറ് ചിലപ്പോൾ നാസാവുകയാക്കാരം. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് പഴഞ്ചോറൊക്കെ ഇട്ട് കണ്ട് വെച്ചതല്ലേ. അപ്പോൾ പിന്നെ ഇതുകൂടി ഇട്ടാൽ ചിലപ്പോൾ നാസാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താട്ടി, നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ എഴുതിയിട്ട് ഞാൻ ഈ ചോറ് തിളപ്പിച്ച് ഊറ്റി. അപ്പോഴാണ് സനുട്ടന് കൊല്ലിരുത്താകുക എന്നൊക്കെ പറഞ്ഞ് ഓനൊന്ന് ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി വന്നു കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല. പെട്ടെന്നാണ് കേട്ടോ ഓന് കൊല്ലിരുത്താകുക എന്നൊക്കെ പറഞ്ഞ് സ്കൂൾ പോകണില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഏതായാലും ഓനെയും കൊണ്ട് ആസ്പത്രിക്ക് പോയി മരുന്നൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഓന് കാൽസ്യം കമ്മിയും ഒക്കെ ഉണ്ട് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അങ്ങനെ ഓന് കാൽസ്യത്തിനുള്ള ഗുളിക 1 മാസത്തിന് എഴുതി. പിന്നെ ജലദോഷത്തിനുള്ളതും പനിക്കുള്ളതും ചുമക്കുള്ളതൊക്കെ എഴുതി അതൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി. അപ്പോൾ വന്നപ്പോൾ ഞാൻ എന്താട്ടി വന്നിട്ട് നമുക്ക് തക്കാളി കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, തക്കാളി കൂട്ടാൻ ഉള്ളി കൂട്ടാനൊക്കെ. അപ്പോൾ അങ്ങനെ തക്കാളി കൂട്ടാനും ഉണ്ടാക്കി. പിന്നെ മുട്ടയും പൊരിച്ചു കേട്ടോ, ഒരു മുട്ട പൊരിച്ചു. അപ്പോൾ നമുക്ക് ഇതൊക്കെ മതിയല്ലോ. പിന്നെ വൈകുന്നേരമല്ലേ ഉണ്ടാവുള്ളൂ എഴുതിയിട്ടാണ്. മക്കളൊക്കെ വൈകുന്നേരമാണല്ലോ ഉണ്ടാകുക. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി കോഴി വൈകുന്നേരത്തിനാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മുട്ടയും പൊരിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ഞാനും സനും മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ അങ്ങനെ താനും ഇതാക്കണേ മുട്ടയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഒരു 12:30 1 മണിയാകാനായിക്കണം കേട്ടോ. പോയപ്പോൾ തന്നെ 11:30 ആയിക്കണേ. പിന്നെ ഓന് പറഞ്ഞിട്ട് ചോറ് മടം വെച്ച് കഞ്ഞി മതിയായിരുന്നു. അപ്പോൾ ഓന് ഞാൻ കഞ്ഞി കൊടുത്തു കേട്ടോ. കഞ്ഞി പിന്നെ
ഒരു മുട്ട കണ്ടവും കൊടുത്തു. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ ഓനില്ലത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ചോറ് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി ചോറ് വിളമ്പാണ്. അപ്പോൾ കണ്ടില്ലേ, ഇന്ന് ഓനും കൂടി ഉണ്ടായതുകൊണ്ട് ഈ ചോറ് കണക്കായിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ചോറ് തന്നെ ചിലപ്പോൾ ബാക്കി ആയിക്കാരം. അപ്പോൾ എന്താണെന്നറിയോ, ഇനി വൈകുന്നേരം നമുക്ക് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അങ്ങനെ നമ്മൾ തക്കാളി കൂട്ടാനും എടുത്തേക്കണം കേട്ടോ. ഒരൊറ്റ തക്കാളി വെച്ച് കണ്ടാണ് ഞാൻ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കിയത്. ഇനി വൈകുന്നേരത്തിന് നമുക്ക് കോഴി ചാറൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടാം, കുറച്ച് വെള്ളത്തിലൊക്കെ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ തക്കാളി കൂട്ടാനും ഒരു കണ്ട മുട്ടയും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചാണ് കേട്ടോ. ഈ തക്കാളി കൂട്ടാൻ ഉണ്ടായി കഴിഞ്ഞാൽ വേറൊരു കൂട്ടാനും ആവശ്യമല്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ തക്കാളി കൂട്ടാൻ. പിന്നെ സനുവിനും മിന്നൂട്ടിക്കും തീർപ്പതില്ല. ഓർക്ക് ഉള്ളി കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിക്ക് ഒരു മുട്ട കുത്തിപ്പാരില്ല, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ ആസ്പത്രിയിലൊക്കെ പോയി വന്നിട്ടും ഐസ് ഇങ്ങോട്ട് ഉരുകിയിട്ടില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ ഒരു 8-10 കണ്ടും കൂടി ഞാൻ എടുത്തിട്ട് കേട്ടോ, നാളെ എടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയില്ലത് നമുക്ക് ഇതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് പൊരിച്ചേ തുള്ളി വെള്ളത്തിൽ വെക്കുക എന്തെങ്കിലുമൊക്കെ കാട്ടാമല്ലോ. ബാക്കിയില്ല ഞാൻ വെള്ളം പാർന്നിട്ടേക്കണം കേട്ടോ, വൈകുന്നേരത്തിന് മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ പോന്നപ്പം കുറച്ച് നൂല് വാങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ നൂലൊക്കെ കഴിഞ്ഞിനി എന്തെങ്കിലും അടിച്ചാൽ വേണ്ടി നിൽക്കുമ്പോഴേ കാരണം കളറ് നമ്മൾ അടിച്ചിന ഡ്രസ്സിൻ്റെ കളറൊന്നും ഉണ്ടാവില്ല നൂല്. അപ്പോൾ ഞാൻ കുറച്ച് നൂലും വാങ്ങി പോന്ന്. പിന്നെ ഞാൻ സനുവിന് ഗുളിക കൊടുക്കണം കേട്ടോ. കഞ്ഞിയൊക്കെ കുടിച്ചിരിക്കല്ലേ. അപ്പം ഉച്ചക്കൊക്കെ കൊടുക്കാനുള്ള ഗുളിക കൊടുത്തു കേട്ടോ. കഫക്കെട്ടും ഉണ്ട്, അതുകൊണ്ടാണ് കൊല്ലി വേദന അറിഞ്ഞത്. പിന്നെ ഓന് കാൽസ്യത്തിൻ്റെ ഗുളികയും തന്നിക്കണം കേട്ടോ. അപ്പോൾ ഡോക്ടറിന് എല്ലിനൊക്കെ നല്ല ബലം ഉണ്ടായിട്ടാണ്. അപ്പോൾ ഓന് പ്രസവിച്ചപ്പം തൂക്കം കുറവായിനി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു എത്ര ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 1,700 ഉള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നാൽ കാൽസ്യത്തിനുള്ള ഗുളിക ഇതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഗുളികയൊക്കെ കുടിച്ച് കഴിഞ്ഞ് 4 മണി ആയിക്കണം കേട്ടോ. അപ്പോൾ മിന്നൂട്ടി വരുമ്പോഴത്തേന് ചായ ഒക്കെ ഉണ്ടാക്കിയേക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ ഉണ്ടല്ലോ ഒരു കേക്ക് വാങ്ങിനി. ആ കേക്ക് ഉണ്ടായപ്പോൾ അപ്പം തുടങ്ങിയിട്ടുണ്ട് സാധനം 3 മണിയായപ്പോഴേ തുടങ്ങി. ഉമ്മ ചായ ഉണ്ടാക്കി. അത് എന്തിനാ വെച്ചാൽ ഈ കേക്ക് ഇട്ടാനാണ് കേട്ടോ. വന്നപ്പോൾ തന്നെ തിന്നിക്കണ് 1-2 തിന്നിക്കണ്. ഈ 4 ഉമ്മ ചായ ഉണ്ടാക്കി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കണുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് കജ്ജട്ടായിരുന്നു. അങ്ങനെ 4 മണിയായപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ കേക്കും കൊടുക്കാൻ കേട്ടോ. ഓന് ആ കേക്ക് കിട്ടാനാണ് ചായ ഒടിച്ചത്. അപ്പം അങ്ങനെ ഇതാക്കണേ. ഈ 2 കേക്ക് കൊടുത്ത് ഞാനും 2 എടുത്ത്. മിന്നൂട്ടി വന്നിട്ടില്ല കേട്ടോ സ്കൂളിട്ട്. അപ്പം അങ്ങനെ ഓക്കില്ലതും പാടെ ഞാൻ ചായയൊക്കെ പാർന്ന് വെക്കണം കേട്ടോ. ഓക്ക് ചായയൊക്കെ പാർന്ന് വെച്ചിക്കണ്. പിന്നെ ഞോക്ക് വരുമ്പോൾ എടുത്ത് കുടിച്ചാൽ മതിയല്ലോ, വരാനായും ചെയ്തിക്കണ്. അങ്ങനെ നമ്മൾ 4 മണിയൊക്കെ ആയി ചായയൊക്കെ കുടിച്ച് നിന്നു കേട്ടോ. ഇന്നതാക്കണേ നമ്മൾ കുറച്ച് കോഴി എടുത്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരത്തിന് ചോറും വേണം, കൂട്ടാനും വേണം, ഒക്കെ വേണം. നമ്മൾ ഉച്ചക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര പണിയാണ് പിന്നെ ഈ വൈകുന്നേരം കേട്ടോ. അപ്പോൾ ഒരു പണി എടുക്കണം, അല്ലെങ്കിൽ ഉച്ചക്ക് വെച്ചാൽ തന്നെ ഉണ്ടാവും വൈകുന്നേരമൊക്കെ. അപ്പോൾ ഇത് പിന്നെ ഇതിനൊരു കുട്ടിയും കോലും എടുക്കണം. ഭയങ്കര പിരാന്താണ് രാവിലെ ഒന്നും ഉണ്ടാക്കാഞ്ഞാൽ. പിന്നെ ഞാനിതാക്കണേ നമ്മൾ എന്നും വെക്കണ മാതിരി തന്നെ അരച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളിയും തക്കാളിയും വല്ലുള്ളിയും ജീരുള്ളിയും ഒക്കെ അരച്ച് നമ്മളെന്നും വെക്കണ മാതിരി മസാലയൊക്കെ ഇട്ട് കുക്കറിലിട്ട് കണ്ട് ഒരൊറ്റ വിസിൽ എന്നാലും നമുക്ക് ഓഫാക്കി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ചാറ് ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഇന്നലെ ഒരു അയൽക്കൂട്ടുണ്ടേന് കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ അതിന് അയൽക്കൂട്ടത്തിനൊക്കെ പോവുകയാണ്. അപ്പോൾ ചാറ് വേഗം വെച്ചിരിക്കണം കേട്ടോ. ചോറ് ഇനി വന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം ചോറ് കുക്കറിലിട്ടാൽ ചിലപ്പോൾ വെന്തളിയില്ലേ. അങ്ങനെ ഞാനിതാക്കണേ അയൽക്കൂട്ടത്തിനൊക്കെ പോവുകയാണ് കേട്ടോ. അങ്ങനെ അയൽക്കൂട്ടമൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചാറൊക്കെ ഇതാക്കണം നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടിയേക്കാം. അപ്പം കോഴിച്ചാറിൻ്റെ മണം അങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾ സനു പറയുമ്പോൾ ചോറ് വെച്ചില്ല വെച്ചിട്ടില്ല വെക്കട്ടെ. അപ്പോൾ പറയുമ്പോൾ നെയ്ച്ചോറ് വെച്ചിരുവാണ്. അപ്പം എന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നെയ്ച്ചോറ് കേട്ടോ. നെയ്ച്ചോറ് എന്ന് വെച്ചാൽ നമ്മൾ രസം പൊടിയത്തെ പച്ചരി ഇട്ടിട്ടാണ് നെയ്ച്ചോറ് വെക്കണം കേട്ടോ. അല്ലാതെ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടൊന്നുമല്ല. പെട്ടെന്ന് ഒരു നെയ്ച്ചോറ് അറിയുമ്പോൾ നമ്മൾ പേടിയിൽ പോയി നെയ്ച്ചോറ് അരിയൊക്കെ വാങ്ങിക്കൊണ്ടല്ലേ. അപ്പോൾ അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല. ഈ പച്ചരി വെച്ചിട്ട് തന്നെ നെയ്ച്ചോറ് വെച്ചാൽ രസമാണ് കേട്ടോ. അത് നല്ലോണം കൂക്കൊന്നും ചെയ്യരുത്. വിസിൽ വരരുത് കേട്ടോ. അത് വരുന്നതിൻ്റെ മുന്നേ ഓഫാക്കിയിട്ടാൽ നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി കൊണ്ട് വെച്ച നെയ്ച്ചോറ് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിലയിൽ നമുക്ക് രസം പീടിയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി നല്ല അടിപൊളി പച്ചരി കാരണം നെയ്ച്ചോറൊക്കെ വെക്കാൻ പറ്റിയ
പച്ചരി കരം കിട്ടും കേട്ടോ. അപ്പോൾ അതാക്കണേ ചോറൊക്കെ റെഡി ആയിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കണേ. അപ്പോൾ നെയ്ച്ചോറായാലൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ചോറ് വേണം ഓൽക്ക്. അങ്ങനെ ഓൽക്ക് ചോറ് എടുക്കണം. അപ്പോൾ സനുവിന് എന്തൊരു ചോറ് അയച്ചപ്പോൾ ഓന് നെയ്ച്ചോറ് തന്നെ മതി, ചോറ് റെഡിയാണ്. സനുവിന് നെയ്ച്ചോറ് കൊടുത്തു. അപ്പോൾ മിന്നുട്ടിക്ക് ഞാൻ ചോദിച്ച്, മിന്നുട്ടി എന്തൊരു ചോറാൻ വേണ്ടിയത്, വെറും ചോറാൻ വേണ്ടിയത് നെയ്ച്ചോറാൻ വേണ്ടി വെച്ചാൽ അപ്പോൾ ഓളറിന് ഇച്ച് വെറും ചോറ് മതിമാറിന്. അപ്പോൾ ഓക്ക് നെയ്ച്ചോറിനോട് വലിയ തൃപ്തിയില്ല കേട്ടോ. ചിലപ്പം അടുത്ത് തിന്നും, ഓക്ക് തോന്നണം മാണെന്നില്ലത് ഇന്നെങ്കിൽ. ചിലപ്പോൾ അതിനും വേണ്ടി പള്ള നിറഞ്ഞാലും അങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഓൾ പറഞ്ഞു മച്ച് വെറുംചോറ് മതിയാണ്. അപ്പോൾ ഉച്ചക്കത്തെ കുറച്ച് വെറുംചോറ് ഉണ്ടായിനി. അപ്പോൾ അത് ഞാൻ ഓക്കൊരു തുള്ളി മതി, ഒരു തുള്ളി മതി ഇട്ടമ്മാറിന്. അപ്പോൾ ഞാൻ ഒരു തുള്ളി ചോറും രണ്ടെണ്ണം കോഴിയൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ആ ചോറ് തന്നെ 37 ബാക്കിയാക്കിക്കണേ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണോ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.